നമസ്കാരം. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, എപ്പോഴും നമുക്കൊപ്പം കാണും. അതൊരിക്കലും നമ്മളെ വിട്ടുപോകില്ല. നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എപ്പോഴും നമുക്കൊപ്പം താങ്ങായും തണലായും ഉണ്ടാകുന്ന പ്രണയം ഒരു അമൂല്യം തന്നെയാണ്. അത്തരത്തിലൊരു പ്രണയകഥയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. സൃജന എന്നും വിവേക് എന്നാണ് രണ്ടുപേരുടെയും പേര്. ഇരുവരും സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രണയമാണ്. സൃജനയുടെ സീനിയറായിരുന്നു വിവേക്. അവർ വലിയ പ്രണയത്തിലാകുകയും പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തു. നീണ്ട നാളത്തെ പ്രണയത്തിന് ശേഷം വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ അവർക്കത് വലിയ സന്തോഷമായിരുന്നു. ഇരുവരും വലിയ ഉദ്യോഗസ്ഥരായി മാറി. പിന്നീട് PhD ചെയ്യുന്നതിനായി അമേരിക്കയിലേക്ക് രണ്ടുപേരും പോവുകയും ചെയ്തു. അവിടെയും അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലായിരുന്നു. എപ്പോഴും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഇരുവർക്കും കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ സന്തോഷം കണ്ട് അസൂയ തോന്നിയിട്ടാവാം ഇവരുടെ സന്തോഷത്തിൽ ചെറിയൊരു വിങ്ങലെത്തി. ചെറുതെന്ന് പറയാൻ കഴിയില്ല, വലിയ ഒരു വിങ്ങൽ തന്നെയാണ് എത്തിയത്. വിവേകിന് ചെറിയ ചെറിയ തലവേദനകൾ പലപ്പോഴായി വന്നുകൊണ്ടേയിരുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിൻ്റേതാകാം എന്നൊക്കെ പലപ്പോഴും കരുതി എല്ലാം വേണ്ടെന്ന് വെച്ചു. പിന്നീട് ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. ആ ടെസ്റ്റിലാണ് അറിയുന്നത് 4th സ്റ്റേജ് ബ്രെയിൻ ക്യാൻസർ ആണെന്ന്. പിന്നീട് ആ കുടുംബം തകർന്നു. രണ്ടുപേരും കരച്ചിൽ മാത്രം. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണുനീർ പൊഴിക്കുന്ന ഇവരുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏവരുടെയും കണ്ണുകൾ നിറയ്ക്കുന്നു. ഇരുവരും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. സൃജന വിവേകിനൊപ്പം നിഴൽ പോലെ നിന്നു. എല്ലാ ഘട്ടത്തിലും 2 വലിയ സർജറികൾ ചെയ്യേണ്ടി വന്നു. ഇതോടെ വിവേക് ആകെ തകർന്നു. വിവേകിൻ്റെ രൂപത്തിലെല്ലാം മാറ്റം വന്നു. എങ്കിലും നിഴലായി സൃജന കൂടെ നിന്നു. ഒടുവിൽ വിവേകിന് ഓർമ്മകൾ നഷ്ടപ്പെടാൻ തുടങ്ങി. സൃജന തൊട്ടരികിൽ നിന്ന് ഇപ്പോഴും കാത്തുപരിപാലിക്കുകയാണ് പൊന്നുപോലെ. ഇവരുടെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ കഥ ഏവരും ഏറ്റെടുക്കുകയാണ്. ഇത്രയും നല്ല ദമ്പതികൾ അവർ ദീർഘകാലം സന്തോഷത്തോടെ ഒരുപാട് നാൾ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.